ഹായ് ഗൈസ്, നമ്മൾ നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാച്ചുറൽ ജസ്റ്റിസിന് മെയിൻ 2 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ റൂൾ അഗെയിൻസ്റ്റ് ബയസ് അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് ബയസ്, ആൻഡ് സെക്കൻഡ് വൺ ഓഡി ആൾട്രം പാർട്ടം. റൂൾ അഗെയിൻസ്റ്റ് ബയസ് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ടുഡേ ഓഡി ആൾട്രം പാർട്ടം എന്താണ് എന്ന് നോക്കാം. ഓഡി ആൾട്രം പാർട്ടം എന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹിയർ ദി അതർ സൈഡ് എന്നാണ്. മറുവശം കേൾക്കുക, അതാണ് ഓഡി ആൾട്രം പാർട്ടം, ഹിയർ ദി അതർ സൈഡ്. ഓഡി ആൾട്രം പാർട്ടം എന്ന ഈ ഒരു പ്രിൻസിപ്പിൾ ഡോക്ട്രിൻ ഓഫ് ഫെയർ ഹിയറിംഗ് അല്ലെങ്കിൽ റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓഡി ആൾട്രം പാർട്ടം മീൻസ് നോ മാൻ ഷുഡ് ബി പണിഷ്ഡ് ഓർ കണ്ടംഡ് അൺഹേർഡ്. ഒരു വ്യക്തിയും അദ്ദേഹത്തിന് പറയുവാനുള്ളത് കേൾക്കാതെ പണിഷ് ചെയ്യപ്പെടുവാനോ അല്ലെങ്കിൽ കണ്ടം ചെയ്യപ്പെടുവാനോ കുറ്റപ്പെടുത്തപ്പെടുവാനോ പാടില്ല. ഹിയർ ബോത്ത് സൈഡ്സ് ബിഫോർ പാസിംഗ് എനി ജഡ്ജ്മെന്റ്. ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഹിയർ ബോത്ത് സൈഡ്സ്, പ്രതിഭാഗവും വാദിഭാഗവും കേട്ടതിന് ശേഷം മാത്രം ഒരു ജഡ്ജ്മെന്റ് കൊടുക്കുക. Then no person should suffer in person or purse without an opportunity of being heard. തനിക്ക് പറയുവാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു വ്യക്തിയും സഫർ ചെയ്യുവാൻ പാടില്ല. ഇതെല്ലാമാണ് ഓഡി ആൾട്രം പാർട്ടം മീൻ ചെയ്യുന്നത്. So ഓഡി ആൾട്രം പാർട്ടം also known as doctrine of fair hearing or rule of fair hearing. It simply means hear the other side, that is, no man should be punished or condemned unheard. Hear both sides before passing any judgment. No person should suffer in person or purse without an opportunity of being heard. ഇനി ഓഡി ആൾട്രം പാർട്ടംക്ക് 2 മെയിൻ ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. നമ്പർ 1 നോട്ടീസ് ആൻഡ് നമ്പർ 2 ഫെയർ ഹിയറിംഗ്. നമ്പർ 1 നോട്ടീസ്. നോട്ടീസ് ഇസ് ദ ബിഗിനിങ് സ്റ്റെപ്പ് ഓഫ് എ ഹിയറിംഗ്. ഏതൊരു ഹിയറിംഗിന്റെയും ബിഗിനിങ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, നോട്ടീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോ കോസ് നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ്. ഷോ കോസ് നോട്ടീസ് എന്നാണ് ഈ നോട്ടീസ് അറിയപ്പെടുന്നത്. ഷോ കോസ് നോട്ടീസ് ഈസ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ്. എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു നോട്ടീസാണ് ഷോ കോസ് നോട്ടീസ് എന്നത്. വിച്ച് ഈസ് ഗിവൺ ടു ദ അഗ്രീവ്ഡ് പാർട്ടി. ഈ നോട്ടീസ് ആർക്കാണ് കൊടുക്കുന്നത്? ഡിഫൻഡന്റിന്. എപ്പോൾ കൊടുക്കുന്നു? ബിഫോർ എനി ആക്ഷൻ ഈസ് ടേക്കൺ. ഏതെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കുന്നത്? ടു സീക്ക് ഹിസ് എക്സ്പ്ലനേഷൻ അഗെയിൻസ്റ്റ് ദി പ്രൊപ്പോസ്ഡ് ആക്ഷൻ. ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കുറ്റാരോപണങ്ങൾക്ക് ഉള്ള ഡിഫൻഡന്റിന്റെ എക്സ്പ്ലനേഷൻ ആരാഞ്ഞുകൊണ്ടുള്ള റൈറ്റിംഗിലുള്ള നോട്ടീസിനെയാണ് ഷോക്കോസ് നോട്ടീസ് എന്ന് പറയുന്നത്. ഷോക്കോസ് നോട്ടീസ് ഏതൊരു ആക്ഷനും, ഡിഫൻഡന്റിന് എതിരായിട്ടുള്ള ഏതൊരു ആക്ഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഷോക്കോസ് നോട്ടീസ് എന്നത്. Such a ഷോക്കോസ് നോട്ടീസ് must contain sufficient information about the nature of charge, penalty proposed and other materials required for the affected person to properly defend himself. ഷോക്കോസ് നോട്ടീസ് എന്തൊക്കെ കാണിക്കണം? സഫിഷ്യന്റ് പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. സഫിഷ്യന്റ് ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം അബൌട്ട് ദ നേച്ചർ ഓഫ് ദി ചാർജ്. ഈ അക്യൂസ്ഡ് പേഴ്സണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചാർജ് എന്താണ്, പിന്നെ അതുപോലെ തന്നെ എന്ത് പെനാൽറ്റി പ്രൊപ്പോസ്ഡ് ആണ്, അതുപോലെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ഷോക്കോസ് നോട്ടീസിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന അഫക്റ്റഡ് പേഴ്സണ് അദ്ദേഹത്തിനെ ഡിഫെൻഡ് ചെയ്യുവാൻ കഴിയുള്ളൂ. And the notice must be specific, precise, clear and certain in its wordings and contents. വളരെ ക്ലിയർ ആയിട്ടുള്ള വേർഡിങ്സും കണ്ടന്റ്സും ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ഒരു ഷോക്കോസ് നോട്ടീസിൽ. If the ഷോക്കോസ് notice contains vague allegations and are not specific and clear in nature, then it amounts to defective notice and hence it is invalid. എപ്പോഴാണോ ഒരു ഷോക്കോസ് നോട്ടീസിൽ അലിഗേഷൻസ് സ്പെസിഫിക്കും ക്ലിയറും അല്ലാത്തത്, അല്ലെങ്കിൽ അത് വേഗ് ആയിട്ടുള്ളത്, അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോട്ടീസ് എന്നത് ഡിഫക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നോട്ടീസ് ഇൻവാലിഡുമാണ്. ഇനി ഈ നോട്ടീസ് കൊടുത്തിട്ട് ഒരു റീസണബിൾ ടൈം ഈ അഫക്റ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ ഈ ഡിഫൻഡന്റിന് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സ്റ്റഡി ദ നോട്ടീസ് ആൻഡ് സെൻഡ് ഹിസ് റിപ്ലൈ. അദ്ദേഹത്തിന് ആ നോട്ടീസ് പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ വായിച്ചതിന് ശേഷം റിപ്ലൈ കൊടുക്കുവാനുള്ള ഒരു പ്രോപ്പർ ടൈം ആ ഡിഫൻഡന്റിന് ലഭിച്ചിരിക്കണം.
ഇനി നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ചാർജിന് വേണ്ടിയിട്ടാണ്, ഒരു പർട്ടിക്കുലർ അക്യൂസേഷൻ ആണ്, അലിഗേഷൻ ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ അലിഗേഷൻ അല്ലെങ്കിൽ ആ ചാർജിൽ തന്നെ ആയിരിക്കണം കേസ് ഹിയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പണിഷ് ചെയ്യപ്പെടുന്നത്. So once again, notice is the beginning step of a hearing. Before any action is taken, the aggrieved party or defendant must be given a notice in writing against the proposed action and seek for his explanation. This notice is also known as shock cause notice. The notice must contain sufficient information about the nature of the charge, penalty proposed, and other materials required for the affected person to properly defend himself, and the notice must be specific, precise, clear, and certain in its wordings and contents. And such a notice must give a reasonable time to the affected person to study and send his reply. And if the notice is given for one particular charge, then the person cannot be punished for a different charge. Clear? Now the second main ingredient of odi alteram partem, that is fair hearing. 5 മെയിൻ കാര്യങ്ങളാണ് ഫെയർ ഹിയറിംഗിൽ ഉൾപ്പെടുന്നത്. റൈറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ദി കേസ്, റൈറ്റ് ടു നോ ദ അതർ സൈഡ്സ് എവിഡൻസ് ആൻഡ് റൈറ്റ് ഓഫ് ക്രോസ് എക്സാമിനേഷൻ, റൈറ്റ് ഓഫ് ഓറൽ ഹിയറിംഗ്, റൈറ്റ് ഓഫ് റെപ്രസെന്റേഷൻ ത്രൂ എ കൗൺസിൽ ആൻഡ് സ്പീക്കിംഗ് ഓർഡേഴ്സ്. ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ദി കേസ്. എന്താണ് റൈറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ദി കേസ്? കേസും ആ കേസിന് ആധാരമായ എവിഡൻസസും പ്രസന്റ് ചെയ്യുവാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി 2 പാർട്ടീസും ലഭിക്കണം എന്നുള്ളതാണ് റൈറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ദ കേസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റൈറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ദ കേസ് മീൻസ് ബോത്ത് ദ പാർട്ടീസ് ഷുഡ് ഗെറ്റ് adequate and reasonable opportunity to present their cases and relevant evidences. Second one, right to know the other side's evidence and right of cross examination. That is, the affected party has the right to know the evidence and cross examine the evidence. അഫക്റ്റഡ് പാർട്ടിക്ക് എവിഡൻസ് എന്താണ് എന്ന് അറിയുവാനുള്ള റൈറ്റ് ഉണ്ട്, അതുപോലെ ആ എവിഡൻസിനെ ക്രോസ് എക്സാമിൻ ചെയ്യുവാനുള്ള റൈറ്റും ഉണ്ട്. നമ്പർ 3, റൈറ്റ് ഓഫ് ഓറൽ ഹിയറിംഗ്. റൈറ്റ് ഓഫ് ഓറൽ ഹിയറിംഗ് എന്നത് ഇന്ത്യയിലും USA-യിലും UK-യിലും നാച്ചുറൽ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിളായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. So in India, the right of oral hearing is not a strict principle. It may or may not be followed. Number 4, right of representation through counsel. Right of representation through an advocate or right of representation through a legal counsel is not a matter of right. ഒരു matter of right അല്ല right of representation through a counsel എന്നത്. പലപ്പോഴും ഡിസൈഡിംഗ് അതോറിറ്റിയുടെ ഡിസ്ക്രിഷണറി പവറാണ് ഒരു റൈറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ത്രൂ കൗൺസിൽ അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളത്. സാധാരണയായിട്ട് എപ്പോഴാണോ ഈ അഫക്റ്റഡ് പാർട്ടി ടോട്ടലി ഇല്ലിറ്ററേറ്റ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കേസ് ടു മച്ച് ഓഫ് ലോയിൽ ഇൻവോൾവ്ഡ് ആയിട്ടിരിക്കുന്നത്, ആ കേസിൽ വളരെയധികം നിയമം കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ കേസിലെ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത് ടോട്ടലി ഇല്ലിറ്ററേറ്റ്, അക്ഷരാഭ്യാസമില്ലാത്ത ഒരാളായിരിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളിലൊക്കെ റൈറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ത്രൂ എ ലീഗൽ കൗൺസിൽ അനുവദിക്കാറുള്ളൂ. ചില സ്റ്റാറ്റ്യൂട്ട്സ്, ഫോർ എക്സാമ്പിൾ ഫാക്ടറീസ് ആക്ട്, അതുപോലെ സ്റ്റാൻഡിംഗ് ഓർഡർ ആക്ട്, ഇതൊന്നും റൈറ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ ത്രൂ കൗൺസിൽ പെർമിറ്റ് ചെയ്യുന്നില്ല. So the right of representation through an advocate or a counsel cannot be claimed as a matter of right. Generally, only when the case involves questions of law or when the affected party is totally illiterate, an opportunity to represent the case through the counsel is permitted. And there are many statutes that do not permit appearance through legal counsel. For example, Standing Order Act, Factories Act, etc. Now the fifth one, speaking orders or reasoned decisions. എന്താണ് സ്പീക്കിംഗ് ഓർഡേഴ്സ്? എപ്പോഴാണോ ഒരു ജഡ്ജ്മെന്റ് കൊടുക്കുന്നത്, ആ ജഡ്ജ്മെന്റ് കൊടുക്കുവാനുള്ള റീസൺസ്, കാരണങ്ങൾ ആ ഓർഡറിൽ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സ്പീക്കിംഗ് ഓർഡർ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ ഓർഡർ സ്പീക്സ് ഫോർ ഇറ്റ്സെൽഫ്. ഒരു ഡിസിഷൻ എടുക്കുവാനുള്ള റീസൺസ് ആ ഓർഡറിൽ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓർഡറിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പീക്കിംഗ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീസൺഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. സോ speaking order is an order which contains the reasons for the decision in it. In other words, the order speaks for itself.
സ്പീക്കിംഗ് ഓർഡേഴ്സ് ആർ ആൾസോ നോൺ ആസ് റീസൺഡ് ഡിസിഷൻസ്. സ്പീക്കിംഗ് ഓർഡേഴ്സിന്റെ ബെനിഫിറ്റ് എന്താണ്? റീസൺസ് ഇൻ ആൻ ഓർഡർ പ്രിവെന്റ് ദ ആർബിട്രറി ഡിസിഷൻസ്, കറപ്ഷൻ ആൻഡ് ഗിവ്സ് ക്ലാരിറ്റി ടു ദ ജഡ്ജ്മെന്റ്. യെസ്, എപ്പോഴാണോ ഒരു ഓർഡറിൽ ഒരു പർട്ടിക്കുലർ ഡിസിഷന് എടുക്കുവാനുള്ള റീസൺസ് കൊടുക്കുന്നത്, അപ്പോൾ അവിടെ ആർബിട്രറി ഡിസിഷൻ എടുക്കുവാൻ കഴിയില്ല, അതുപോലെ കറപ്ഷന് സാധ്യതയില്ല, അതുപോലെ ആ ജഡ്ജ്മെന്റ് എന്നത് വളരെയധികം ക്ലാരിറ്റി ഉള്ളതായിരിക്കും. അത്തരത്തിൽ ഒരു ജഡ്ജ്മെന്റിന് റീസൺസ് കൊടുക്കേണ്ട കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കറപ്ഷന് സാധ്യതയുണ്ട്, ആർബിട്രറി ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കപ്പെടാം. സോ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുവാൻ കഴിയും എന്നുള്ളതാണ് റീസൺഡ് ഡിസിഷന്റെ ഇമ്പോർട്ടൻസ്. സോ അപ്പീലിന് വിധേയമാകാവുന്ന എല്ലാ ഓർഡേഴ്സിലും റീസൺസ് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ അപ്പീലേറ്റ് അതോറിറ്റിക്ക് എല്ലാ ഫാക്റ്റും ആസർട്ടൈൻ ചെയ്തതിന് ശേഷം, എല്ലാ ഫാക്ട്സും പരിശോധിച്ചതിന് ശേഷം ഉള്ള ഒരു ഡിസിഷൻ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള റീസൺസ് പരിശോധിക്കുമ്പോൾ ഇഫ് ദ റീസൺസ് റെക്കോർഡഡ് ആർ ടോട്ടലി ഇർറിലവന്റ് ദെൻ ദ ഓർഡർ ഷാൽ ബി സെറ്റ് അസൈഡ്. എപ്പോഴാണോ ഈ റീസൺസ് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് ബോധ്യപ്പെടുന്നത്, അപ്പോൾ ദ ഓർഡർ ഷാൽ ബി സെറ്റ് അസൈഡ്. ഓർഡറിനെ സെറ്റ് അസൈഡ് ചെയ്യാവുന്നതാണ്, അതായത് ഓർഡർ ഇൻവാലിഡ് ആകുന്നതാണ്. ഇനി ഒരു ജഡ്ജ്മെന്റിൽ ലോവർ അതോറിറ്റി റീസൺസ് റെക്കോർഡ് ചെയ്യുവാൻ ഫെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിൽ അപ്പീലേറ്റ് അതോറിറ്റിക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഒന്നുകിൽ ആ അപ്പീലേറ്റ് അതോറിറ്റിക്ക് റീസൺസ് അഫേം ചെയ്യാം, റീസൺസ് അനുമാനിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലോവർ അതോറിറ്റിക്ക് തന്നെ ആ ഓർഡർ റിവേഴ്സ് ചെയ്യാം, തിരിച്ചയക്കാം. അത്തരത്തിൽ ഒരു അപ്പീലേറ്റ് അതോറിറ്റി ഒരു ലോവർ കോർട്ടിന്റെ ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഒരു ലോവർ അതോറിറ്റിയുടെ ജഡ്ജ്മെന്റിൽ റീസൺസ് അനുമാനിക്കുന്നുണ്ടെങ്കിൽ, അഫേം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഓർഡർ ബാഡ് ഓർഡർ ആണെന്ന് പറയാം. ഇനി അപ്പീലേറ്റ് അതോറിറ്റി ഈ ഓർഡർ ലോവർ അതോറിറ്റിക്ക് റിവേഴ്സ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോവർ അതോറിറ്റിക്ക് ആ ഒരു ഓർഡറിൽ എപ്പോഴും റീസൺസ് റെക്കോർഡ് ചെയ്യുവാനുള്ള ബാധ്യതയുണ്ട്. സോ സ്പീക്കിംഗ് ഓർഡേഴ്സ് ക്ലിയർ ആയിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്പീക്കിംഗ് ഓർഡേഴ്സിൽ നമുക്ക് ഒരു കേസിലോ ഒന്ന് ഓർത്ത് വെക്കണം. ശ്യാം സുന്ദർ വേഴ്സസ് ഹരിനഗർ ഷുഗർ മിൽസ് ലിമിറ്റഡ്. ഈ കേസ് ലോയിൽ കോൺഫിഡൻഷ്യൽ നേച്ചറിലുള്ള ഒരു പ്രൊസീഡിംഗ് ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ഓർഡർ കൊടുക്കുമ്പോൾ ആ ഓർഡറിൽ റീസൺസ് കാണിച്ചിരിക്കണം എന്ന് സുപ്രീം കോടതി ഹെൽഡ് ചെയ്തിരിക്കുന്ന ഒരു കേസ് ലോയാണ് ശ്യാം സുന്ദർ വേഴ്സസ് ഹരിനഗർ ഷുഗർ മിൽസ് ലിമിറ്റഡ്. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. നൗ എക്സെപ്ഷൻസ് ടു ഓഡി ഓൾട്രം പാർട്ടം അണ്ടർ ആർട്ടിക്കിൾ 311 ക്ലോസ് 2 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം ആർട്ടിക്കിൾ 311 എന്നത് സേഫ് ഗാർഡ്സ് ടു സിവിൽ സർവൻസ് ആണ്. അതിൽ ആർട്ടിക്കിൾ 311 ക്ലോസ് 2-ൽ 3 എക്സെപ്ഷൻസ് ഡോക്ടർ ഓഫ് ഫെയർ ഹിയറിംഗിന് കൊടുക്കുന്നുണ്ട്. നമ്പർ 1, വെൻ എ പേഴ്സൺ ഈസ് ഡിസ്മിസ്ഡ് ഓർ റെഡ്യൂസ്ഡ് റാങ്ക് ഓൺ കൺവിക്ഷൻ ഇൻ എ ക്രിമിനൽ ചാർജ്. എപ്പോഴാണോ ഒരു സിവിൽ സർവൻറ്റ് ക്രിമിനൽ ചാർജിൻ്റെ കൺവിക്ഷനിൽ അദ്ദേഹത്തിൻ്റെ റാങ്ക് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഡിസ്മിസ് ചെയ്യുകയോ എന്ന സമയത്ത് റൂൾ ഓഫ് ഫെയർ ഹിയറിംഗ് എക്സ്ക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്പർ 2, for reasons recorded if the authority is satisfied that it is not practicable to hold an enquiry. എപ്പോഴാണോ ഒരു അതോറിറ്റിക്ക് ഒരു സിവിൽ സർവൻറ്റിൻ്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന റീസൺസ് പ്രാക്ടിക്കലായിട്ട് എൻക്വയറി ചെയ്യുവാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്നത്, അപ്പോൾ ഡോക്ടർ ഓഫ് ഫെയർ ഹിയറിംഗ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് നമ്പർ 3, ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് സെക്യൂരിറ്റി ഓഫ് സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഓഡിയോ ഓൾട്രം പാർട്ടംക്ക് എക്സ്ക്ലൂഷൻ ഉണ്ട്. ഗൈസ്, സോ ഫാർ വി ഹാവ് ഡിസ്കസ്ഡ് ഓഡിയോ ഓൾട്രം പാർട്ടം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഓഡിയോ ഓൾട്രം പാർട്ടം. ഓഡിയോ ഓൾട്രം പാർട്ടം അതിൻ്റെ 2 ഇൻഗ്രീഡിയൻസ്, ഷോക്കോസ് നോട്ടീസും ഫെയർ ഹിയറിങ്ങും. ഫെയർ ഹിയറിങ്ങിൻ്റെ 5 കമ്പോണൻസ്. ആ 5 കമ്പോണൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്പീക്കിംഗ് ഓർഡേഴ്സ് അല്ലെങ്കിൽ റീസൺഡ് ഡിസിഷൻസ്, അതിൻ്റെ ഒരു കേസ് ലോ ശ്യാം സുന്ദർ വേഴ്സസ് MS ഹരിനഗർ ഷുഗർ മിൽസ് ലിമിറ്റഡ്, പിന്നെ എക്സെപ്ഷൻ ഓഫ് ഓഡിയോ ഓൾട്രം പാർട്ടം അണ്ടർ ആർട്ടിക്കിൾ 311 ക്ലോസ് 2 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ എക്സ്ക്ലൂഷൻ ഒന്ന് നോക്കിക്കൊണ്ട് കൺക്ലൂഡ് ചെയ്യാം.
ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്നുള്ളത് കോഡിഫൈഡ് അല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടിലും പറഞ്ഞിട്ടില്ല, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റൂൾസ് അല്ല. ജസ്റ്റിസ് ഉറപ്പുവരുത്തുവാൻ വേണ്ടി കാലാകാലങ്ങളായിട്ട് ജഡ്ജസ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ കേസ് ടു കേസ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെ ആപ്ലിക്കേഷൻ വേരി ചെയ്യും. ഇതെല്ലാം ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തതാണ്. അങ്ങനെയെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എക്സ്ക്ലൂഡ് ആകപ്പെടുന്നതെന്നൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒരു 7 സിറ്റുവേഷൻസിൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എക്സ്ക്ലൂഡ് ആവാറുണ്ട്. നമ്പർ 1, ഇഫ് ദ എൻക്വയറി ഈസ് ഓഫ് ഹൈലി കോൺഫിഡൻഷ്യൽ നേച്ചർ, വളരെയധികം കോൺഫിഡൻഷ്യൽ നേച്ചറുള്ള എൻക്വയറിയിൽ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസ് എക്സ്ക്ലൂഡ് ആവാറുണ്ട്. നമ്പർ 2, ഇഫ് ദ ഡോക്ട്രിൻ ഓഫ് നെസസിറ്റി അപ്ലൈസ്. Number 3, if the action is purely legislative in nature. Number 4, if a statute excludes application of natural justice. Natural justiceന്റെ ആപ്ലിക്കേഷൻ ഒരു സ്റ്റാറ്റ്യൂട്ട് എക്സ്പ്രസീവായിട്ടോ ഇംപ്ലൈഡ് ആയിട്ടോ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലും പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അപ്ലൈ ആവാറില്ല. Number 5, if പ്രോംപ്റ്റ് ആൻഡ് അർജൻറ്റ് ആക്ഷൻ ഈസ് നെസസറിലി ടേക്കൺ, വളരെ സ്പീഡി ആയിട്ടുള്ള അർജൻറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുന്ന സമയത്ത്. നമ്പർ 6, ഇഫ് ദ ആക്ഷൻ ഈസ് പ്രിവെൻറ്റീവ് ഇൻ നേച്ചർ. ആൻഡ് നമ്പർ 7, ഇഫ് ദ ഫാക്ട്സ് ആർ അൺഡിസ്പ്യൂട്ടഡ്.